നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നേനു. ഇവൂട്ടിക്ക് ഇപ്പം മദ്രസയിലേക്ക് പോകണോ, ലിച്ചു ഓൾറെഡി പോയിട്ടുണ്ട്. അതുകൊണ്ട് നീർദോശയും മുട്ടക്കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡി ആക്കുന്നത്. ഇവൂട്ടിക്ക് എന്തായാലും ഇപ്പം മുട്ടക്കറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് അവളെ മദ്രസയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ആള് പർദ്ദയൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഇനിയിപ്പോൾ ഇതാ മുട്ടക്കറി റെഡിയാക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു സവോള, ഒരു തക്കാളി, ഇതെല്ലാം കുഞ്ഞതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. അതിൻ്റെ അകത്തേക്ക് ഒറ്റ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൻ്റെ അകത്താണ്, പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ചൂടായ കുക്കറിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുകൊന്ന് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവോള ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആവി കയറിയും പാട് തന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മീറ്റ് മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുക്കറിൽ 2 വിസിൽ അടിച്ചപ്പോഴേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്ക് മുട്ടയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ ഒന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നെടുകെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുക്കറിൻ്റെ വിസിലെല്ലാം കളഞ്ഞിട്ട് കറി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ മുട്ട ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറിയൊക്കെ ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ദോശ നല്ല അടിപൊളി മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ്. ഒരിക്കൽ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് എന്നോടൊന്ന് പറയണേ. അപ്പോൾ ഇതാ നമ്മുടെ ഇവൂട്ടി ഇതാ തുള്ളി തുള്ളി ഇങ്ങനെ വരുന്നുണ്ട്. ഇക്ക കൂട്ടാൻ പോയിട്ടുണ്ടേനു, എന്നിട്ട് വണ്ടിയിൽ കയറാണ്ട് വന്നതാണ് കേട്ടോ. ആ മഴപ്പാറ്റിലെല്ലാം കൊണ്ടിട്ട് അപ്പാടേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ നീ ഇതിന് ഉപ്പ കൂട്ടാൻ വന്നിട്ട് എന്താ പിന്നെ വണ്ടിയിൽ വരാണ്ട് വന്നേ? വരാഞ്ഞിട്ടിന്നാ ഷോളെന്തിയേ? ഷോളെന്തിയേ? ഷോളെവിടെ? ഉപ്പച്ചിന്റെ അടുത്തുണ്ടാവും. ബോധമൊന്നുമില്ല.